ഈസി ടോക്സ് പീസി ടെയിൽസ് സംഗീത ലോകത്തിന്റെ ശബ്ദങ്ങളെ അനുസ്മരിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ ഇടം ദ സൗണ്ട്. ഇപ്പം പോർമുഖം അത്യാവശ്യം ആൾക്കാരുടെ മുമ്പിൽ അടുത്തെത്തിയെങ്കിലും ആരാണ് ആർട്ടിസ്റ്റ്, ആരാണ് മ്യൂസിക് പ്രൊഡ്യൂസർ ആർക്കും അറിയത്തില്ല. ഒരുവിധപ്പെട്ടവരെല്ലാരും വേറെ ആരോ ആണ് പാടിയത് തിങ്ക് ചെയ്തൊക്കെയാണ് ഇരിക്കുന്നത്. നമ്മള് എല്ലാ ഓഡിയൻസിന്റെ ഇടയ്ക്കിടയ്ക്ക് കുക്ക് ചെയ്യുക എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഈ കുക്കിംഗ് എന്ന് പറയുന്നത് ലെറ്റ് ഹിം കുക്ക് എന്ന് പറയുന്ന ഒരു ഓഡിയോയും ഒരു സംഭവം ഒരു ബീജിയം ഉണ്ടല്ലേ. മ്യൂസിക് പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ എന്താന്ന് ഇങ്ങോട്ട് ചോദിക്കും, എന്താന്ന് ചോദിക്കും. അപ്പൊ ഇത് BGM ഒക്കെ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് അങ്ങനെ +2 അങ്ങ് നൈസായിട്ട് പൊട്ടിയപ്പോ ചിൽ ഫ്രീ മൈൻഡിങ് നൈസായിട്ട് അങ്ങ് ഒതുങ്ങി. അപ്പം പോരാടിന നാം വെല്ലലാം വാൻ വീതിയിൽ കാൽ വെക്കലാം ഭൂലോകമേ പേർ സൊല്ലലാം സാഗാമലേ നാം വാഴലാം. തമിഴ് പാട്ടാണ് ഫസ്റ്റ് ആദ്യം. രണ്ടുപേർക്കും ഇഷ്ടം തമിഴ്, അതുകൊണ്ട് ഞങ്ങൾ തമിഴ് ചെയ്യുന്നത്. യോഗി പീഠഘട്ട ഫാൻ. അതിന്റെ ലൈൻസ് ഓർമ്മയുണ്ട്. കണ്ണുക്കുൾ തെരുகிறாய் മനസ്സത്താം മറக்கிறாய் എന്നെ വിട്ട് സെല്ലും നേരം തനിമയിൽ തൊടുகிறாய். അപ്പം ബാക്ക് ടു നിങ്ങളുടെ ജേർണിയിലേക്ക് വരുവാണെങ്കിൽ വർക്ക് ഹാർഡ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഉണ്ട്. വെറുതെ ഒരു കട്ടിൽ നെറ്റ്ഫ്ലിക്സ് മൂവി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചിട്ട് നമുക്ക് പാട്ട് ചെയ്യാം. അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഓക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് കയറി ഇരുന്ന്. ഇപ്പം എൻ്റെ ലിറിക്കുണ്ട് ഇങ്ങനെ, ഈ ലോകം ഇനി എങ്ങോട്ട്, ഈ ഞാനിത് വഴി എങ്ങോട്ട്, അയ്യോ തേരാ പാരയലഞ്ഞില്ലേ ഈ വഴി പെരുവഴി നിൽക്കുക. ഇതിന്റെ ഫസ്റ്റ് ഹുക്ക് എന്ന് പറയുന്നത് എൻ്റെ ആകെ ഉള്ളത് വർക്കാർഡ്. അത് ഈ വർക്കാർഡ് എന്ന് പറയുന്നത് ഈ സാധനം മാത്രമേ ഉള്ളൂ. ഈ വർക്കാർഡാണ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാം ടേണിംഗ് പോയിന്റ്. So let's welcome yours SD and Hip Hop JB. Welcome to the show. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ പറയാ, സന്തോഷം. വിശേഷം കുഴപ്പമില്ല, സുഖമായിട്ട് ഇങ്ങനെ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം SD is a rapper and a lyricist and Hip Hop JB is a melodious singer and a music producer. So ഒരിക്കൽ കൂടി സ്വാഗതം to our show. താങ്ക് യു സോ മച്ച്. പറയാ, എന്താണ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സോങ്സ്? വാക്ക് വലിക്കണം. ഇൻട്രോ ഞാൻ ഇതാണോ പറയുന്നത്? ഇൻട്രോ പറയാലോ ചുമ്മാ. പിന്നെ Yo, what's up, little homies? This is your SD and Hip Hop JB out here. Are you ready? I'm ready. എല്ലാം റെഡി ചെയ്ത്. Okay, so പറയൂ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നെക്സ്റ്റ് മന്ത് ഒരു 2-3-4 റാപ്പ് സോങ്, 4-3 റാപ്പ് സോങ് ഞങ്ങൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ റിലീസ് ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്, ക്യൂരിയോസിറ്റി ഉണ്ട്. ഓക്കെ, ഇനി ആൾക്കാർ എന്തായിരിക്കും കേട്ടിട്ട് അഭിപ്രായം പറയാൻ പോകുന്നതെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ഇപ്പം പോർമുഖം അത്യാവശ്യം ആൾക്കാരുടെ മുമ്പിൽ അടുത്തെത്തിയെങ്കിലും ആരാണ് ആർട്ടിസ്റ്റ്, ആരാണ് മ്യൂസിക് പ്രൊഡ്യൂസർ ആർക്കും അറിയത്തില്ല. ഒരുവിധപ്പെട്ടവരെല്ലാരും വേറെ ആരോ ആണ് പാടിയത് എന്ന് തിങ്ക് ചെയ്തൊക്കെയാണ് ഇരിക്കുന്നത്. സന്തോഷം. സോ ഇത് ഇപ്പൊ ആൾക്കാർക്ക് അറിയാൻ പറ്റുമല്ലോ, SD is the rapist and he is the melodious singer. So ഇവരാണ് പോർമുഖം ചെയ്ത നിങ്ങളാണ് ഇപ്പം പ്രേക്ഷകർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. എനിവേ, when I go through the song and the comments, what I feel is, സത്യം പറഞ്ഞാൽ ഒരു കമന്റ് പോലും ഇല്ല ബാഡ് ആയിട്ടുള്ള ഒരു കമന്റ്. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കമന്റ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കമന്റ് നിങ്ങളോട് പറയാം. ലൈക്ക് നിങ്ങളിപ്പോൾ ഈ ഒരു സംഭവം ചെയ്തു, വൈറലായി, കുറേ പേര് അത് 2 കൈ നീട്ടി സ്വീകരിച്ചു. ആൻഡ് ദ സജഷൻ ഫ്രം ഓഡിയൻസ് സൈഡ്, അതായത് ഒരു വ്യൂവറിന്റെ സൈഡിൽ നിന്നുള്ള സജഷൻ ഇതായിരുന്നു. തൃശ്ശൂർ പൂരം നിങ്ങൾക്ക് അറിയാം അല്ലേ? സോ എല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വൈബ് പരിപാടിയാണ് തൃശ്ശൂർ പൂരം. സോ വൈ നോട്ട് യു ട്രൈ a theme with the തൃശ്ശൂർ പൂരം സംതിങ് എന്ന് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ്സ് അറ്റ് സഞ്ജയ് ആണ് അത് പറഞ്ഞേക്കുന്നത്. സോ ആ ഒരു ഓഡിയൻസിനോട്, ആ ഒരു പ്രേക്ഷകനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സോ സഞ്ജയ് അടുത്ത് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്കിത് ട്രാക്ക് സെറ്റ് ആക്കണം. അതിന് അണ്ണം വിചാരിക്കണം. ഓക്കെ, സോ നമ്മള് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം, പറയൂ, സൈലന്റ് ട്രാക്ക് ചെയ്യാം. തൃശ്ശൂർ പൂരത്തിന് വെച്ചിട്ട് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഓരോന്നും ചെയ്യുമ്പം ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞല്ല ലൈക്ക് ഞങ്ങൾ ചെയ്യുന്നത്. ലൈക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ, ആ തോട്ട് വെച്ചിട്ട് ഞങ്ങളൊരു ചിലപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമയത്തായിരിക്കും അപ്പോഴേ ഷാനെ വിളിക്കും, SD-നെ വിളിക്കും, പറയും കാര്യങ്ങളും പറയും, ഇന്നെ ചെയ്യണം, വൈകിട്ട് വീട്ടിലോട്ട് വരണം, ട്രാക്ക് ജസ്റ്റ് ഒന്ന് ചിലപ്പോ ഞാനായിരിക്കും പോകുന്നത്. അപ്പം എനിക്ക് ഒരു വട്ടം ഞാൻ വണ്ടിക്കകത്ത് പോയപ്പോഴത്തേക്ക് എനിക്കൊരു സംഭവം കിട്ടി, ലൈക്ക് പെട്ടെന്നൊരു സാധനം കിട്ടി ഇങ്ങനെ ബൂം ഷക്കലക്ക ബൂം ഷക്കലക്ക ബൂം 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 ഷക്കലക്ക ഷക്കലക്ക ബൂം ബൂം. എന്താണെന്നൊന്നും അറിയത്തില്ല, എന്താ ഇതായിരിക്കണം ഹുക്ക്. സോ ഇതാണ് എന്റെ ഹോൾ ഐഡിയ. ഇങ്ങനെ പോകുന്ന വഴിക്കായിരിക്കും എന്തെങ്കിലും സാധനം കിട്ടുക. അപ്പം അത് അയച്ചു കൊടുക്കുന്ന ആരാന്ന് വെച്ച് ഞാൻ പയ്യൻ അയച്ചു കൊടുക്കും. എന്നിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ നേരത്തെ, അതായത് നമ്മുടെ എനിക്ക് എന്റെ നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതിനകത്തോട്ട് സെൻഡ് ചെയ്തിട്ടേക്ക്. അപ്പം ഇത് നാളെ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയല്ല, വരുന്ന ഇരിക്കും. അപ്പം നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു തോട്ട് വരുമ്പം അവിടെ ഹുക്ക് ഇടാൻ പറ്റുമെങ്കിൽ യു വിൽ ജസ്റ്റ് പ്ലേസ് എ ഹുക്ക്. അല്ലാതെ ഇപ്പം നമ്മള് ബലമായിട്ട് ഒരിക്കലും ഒരു ട്രാക്കിനകത്ത് ഇറക്കിയില്ല. ഒരു ട്രാക്ക് ഞങ്ങൾ ബലമായിട്ട് ചെയ്യത്തുമില്ല. ഇന്നത് തന്നെ വേണം, ഇന്ന സാധനം കിട്ടണം. സോ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് വൈബ് ഇതാണ്. ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രീഡം ആയിട്ട് വർക്ക് ചെയ്യാം, എന്തും ചെയ്യാം, എന്ത് ജോണർ ചെയ്യാം. പെട്ടെന്നൊരു വർക്ക് വന്നാൽ തന്നെയും ഞങ്ങൾക്ക് പറയാം, ഞങ്ങളുടെ സ്പേസിൽ നമുക്ക് തരുവാണെങ്കിൽ റെഫറൻസ് ഒക്കെ തരും ആൾക്കാർ, വർക്ക് യെസ് റെഫറൻസ് ഒക്കെ തരും. റെഫറൻസ് എപ്പോഴും റെഫറൻസ് ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ എന്ന് ഞാൻ എപ്പോഴും എടുത്ത് പറയാം. റെഫറൻസ് ഓക്കെ, റെഫറൻസ് അത് കൊള്ളാം, നല്ല പാട്ടാ, ഇതേപോലെ ഒരു മൂഡാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞാൽ അത് അവിടെ മാറ്റി ഇങ്ങനെ ചുവരിൽ ഇങ്ങനെ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കും. അത് അത്രേ ഉള്ളൂ, അവിടെ കഴിഞ്ഞു റെഫറൻസ്. പിന്നെ നമ്മൾ ചെയ്യുമ്പോ നമ്മുടേതായ മൂഡിൽ ചിലപ്പോ അതുമായിട്ടൊരു ബന്ധവും കാണത്തില്ല. പക്ഷെ ബിറ്റ്വീൻ ഞാൻ ചോദിക്കുന്നതാണ്, എനിക്ക് മനസ്സിലായി ആക്ച്വലി നിങ്ങളുടെ ഒരു ടേസ്റ്റ് ഉള്ള പ്രേക്ഷകർക്കും മനസ്സിലായി. എന്നാലും നമ്മള് എല്ലാ ഓഡിയൻസിന്റെ ഇടയിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുക്ക് ചെയ്യുക എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. യൂഷ്വലി ഈ ഒരു ലൈക്ക് ദിസ് ടൈപ്പ് ഓഫ് മ്യൂസിക്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ് ആണോ? അതെ, സംഭവം ഞാൻ ഇവരുടെ ഞാൻ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ റാപ്പിങ്ങിനെ കുറിച്ച്, ഇപ്പം ഈ റാപ്പിങ്ങിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഈ ഒരു സാധനമാണ് നമ്മൾ കണ്ടുവരുന്നത്. മീൻസ് ഈ റാപ്പ് എന്ന് പറയുന്ന ഒരു കൾച്ചർ ആയിരുന്നു, ഒരു ഹിപ്ഹോപ്പിനകത്തുള്ള ഒരു കൾച്ചറിന്റെ ഒരു ഭാഗമാണ് ഈ റാപ്പ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സ്റ്റൈലിഷ് സ്ലാങ്സ് യൂസ് ചെയ്യും. അപ്പം ആൾക്കാരുടെ മുമ്പിൽ ഓരോ സ്ലാങ് യൂസ് ചെയ്യുമ്പോൾ അവിടെ എടുത്തു നിൽക്കും, എന്തിട്ടാ ഷവിയെ, അതൊക്കെ നമ്മളെ ആൾക്കാർ അറിയുന്ന. അതായത് മലയാളത്തില് പല പല വേർഷൻസ് ഉള്ള പോലെ, ഇപ്പം നമ്മുടെ ലാംഗ്വേജിൽ തന്നെ പല പല, ഇപ്പൊ കാസർഗോഡ് വേറെ ഒരു മലയാളം, അതുപോലെ ഇപ്പൊ ഒരു വാക്കിന് തന്നെ പല രീതിയിൽ നമ്മൾ പറയും. ഇപ്പം ഞങ്ങളെ രീതിയിൽ പറയുകയാണെങ്കിൽ കൊല്ലംകാരിൽ ഇപ്പം പണി കിട്ടിയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടുകാരായിട്ട് ഫുട്ടിയാണല്ലോ ബട്ടി ഫുള്ളും ആ ഒരു കോൺസെപ്റ്റിലായിരിക്കും ടോക്ക് ചെയ്യുന്നത്. അപ്പം ഈ കുക്കിംഗ് എന്ന് പറയുന്നത് ലെറ്റ് ഹിം കുക്ക് എന്ന് പറയുന്ന ഒരു ഓഡിയോയും ഒരു സംഭവം, ഒരു ബീജിയം ഉണ്ടല്ലേ, ലെറ്റ് ഹിം കുക്ക് ഐ സെഡ് ലെറ്റ് ഹിം കുക്ക് എന്ന് പറയുന്നത്. അപ്പം അത് ഞങ്ങൾ ഈ സ്റ്റോറി ഇടുമ്പോഴത്തേക്ക് ചുമ്മാ ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് വെറുതെ ബോറടിക്കുമ്പോൾ സ്റ്റോറി ഇടും, ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട് തട്ടകത്തിൽ കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ഈ ഓഡിയോ ഇടുന്നത് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ സാധനങ്ങളും നല്ല ഇൻഗ്രീഡിയൻസ് ഇടുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പാചകം, ഒരു മ്യൂസിക് എന്ന് പറയുന്ന ഒരു പാചകമാണ് എല്ലാ രീതിയിലും. അപ്പൊ അതിന് കുക്കിംഗ് നമ്മൾ ഇനി ബാക്ക് ടു നിങ്ങളുടെ ഈ ഒരു കരിയറിൽ നിങ്ങൾ എത്തിപ്പെടാനായിട്ട് ലൈക്ക് ഹൗ യു എൻറ്റർ ദിസ് കരിയർ. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ആക്ച്വലി കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പ്രേക്ഷകർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മ്യൂസീഷ്യൻസ് അല്ലെങ്കിൽ ഇനി ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നവരായിക്കോട്ടെ, അവരുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അതായത് ഇപ്പം യൂഷ്വലി ഇങ്ങനെ ഒരു റാപ്പ് സോങ്സ് അതിനൊരു മ്യൂസിക് ആണോ, ആക്ച്വലി അത് മ്യൂസിക് ആണോ, മ്യൂസിക്കിൽ പെടുത്താമോ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ബട്ട് വി നോ അല്ലെ, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് നമുക്കറിയാം. ലൈക്ക് അതിന്റെ പിന്നിൽ ഹാർഡ് വർക്ക്, നിങ്ങൾ എന്തോരം തോട്ട്സ് ഒക്കെ, എത്ര റെഫറൻസ്, ലൈക്ക് എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് നമുക്കറിയാം. സോ ആ ഒരു ക്രിറ്റിസിസത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഒരുപാട് ക്രിറ്റിസിസം നേരിട്ടിട്ടുണ്ടല്ലോ. വാട്ട് ഈസ് യുവർ ജോബ് എന്ന് ചോദിക്കുമ്പോൾ ഐ എം ആർട്ടിസ്റ്റ് എന്ന് പറയാൻ, റാപ്പർ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് എ റാപ്പർ എന്ന് ചോദിക്കുന്ന ഒരു ക്രിറ്റിസിസം ഡെഫിനറ്റ് ആയിട്ടും ഒരു ആദ്യം ഈ പറയുന്ന നമുക്ക് മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ പോലും ആൾക്കാർക്ക് അറിയില്ല, നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ല എന്താണ് മ്യൂസിക് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ എന്താണ് മ്യൂസിക് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. അപ്പോൾ മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന് പറയുമ്പം എന്താന്ന് ഇങ്ങോട്ട് ചോദിക്കും, എന്താന്ന് ചോദിക്കും. BGM ഒക്കെ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതാണ്. ഓ അത് അങ്ങനെ എന്ന് പറയും. അപ്പൊ ഇപ്പൊ എന്റെ ഫീൽഡ് എന്റെ അടുത്തോട്ട് വരുവാണെങ്കിൽ
ഇപ്പം എൻ്റെ ബേസിൽ അങ്ങനെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ആരും ഇങ്ങനൊന്നും ചെയ്യുന്ന ഒരു വ്യക്തികളും ഇല്ല. അപ്പം ഞാനാണിത് ഫസ്റ്റ് പുഷ് ചെയ്യുന്നത്. So you are not a nepo kid. Absolutely. You are not a nepo kid. ഡാഡിക്ക് പോലും അറിയത്തില്ല ഞാൻ എന്താ ചെയ്യുന്നത്. അതെ, സംഭവം വീട്ടില് എനിക്ക് റാപ്പ് ചെയ്യണം എന്ന് തോട്ട് വരുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ഒക്കെ കഴിഞ്ഞ ടൈമില്, +2ലൊക്കെ ഞാനിങ്ങനെ തമിഴ് സോങ്സ്, യോഗി ബിയുടെ ഒക്കെ സോങ്സ് കാണും. മടൈ തുറന്ന് അപ്പം ജസ്റ്റ് നമ്മൾ ഈ +1 +2 എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് ഡിപ്രഷൻസോ ട്രോമോ ഒന്നും ഇല്ലാത്ത, ഞാൻ പഠിക്കാൻ പറ്റാത്ത അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഭയങ്കര ചിൽ ഫ്രീ മൈൻഡ് ആയിരുന്നു. അപ്പം +2 അങ്ങ് നൈസായിട്ട് പൊട്ടിയപ്പോൾ ആ ചിൽ ഫ്രീ മൈൻഡ് ഇങ്ങനെ നൈസായിട്ട് അങ്ങ് ഒതുങ്ങി. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, അപ്പോൾ തോൽവി എന്ന് പറയുന്ന ഈ +2 തോറ്റു കഴിഞ്ഞാൽ ഇത്രയും വലിയ പ്രശ്നങ്ങളാണോ? അത്രയും നാളും നമ്മൾ ഈ കളിച്ച് ചിരിച്ച് നടന്നിട്ട് ഇപ്പൊ തോറ്റത്, ഇപ്പം എന്താ പറയാ, മാത്സ് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അപ്പം തോറ്റുപോയി. അപ്പം ആ തോൽവിയെ നേരിടുന്ന ഒരു വേ ഉണ്ട്. എനിക്കറിയില്ല, അത് ചിലപ്പം കേരളത്തിലായിരിക്കാം ഇത്രയും വലിയൊരു സംഭവം. +10 തോറ്റാ ഇങ്ങനെ, +2 തോറ്റാ ഇങ്ങനെ. ബട്ട് അങ്ങനല്ല. തോൽവി എന്ന് പറയുന്നത് എല്ലാവരും പറയുക ക്ലീശ സംഭവം ഉണ്ടല്ലോ, വിജയത്തിന് മുന്നോടിയാ, അങ്ങനെ ഒരു സാധനം ഉണ്ട്. എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇത് സംഭവിച്ചതിന് ശേഷം ആൾക്കാർ ചോദിക്കുമ്പോഴത്തേക്ക് ഫെയിലായി ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ കൂട്ടുകാരൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പറയുക തോറ്റു പോയിടാ, ഒരെണ്ണം പോയി കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ വീട്ടിലോട്ട് വരുമ്പോഴാണ് പ്രശ്നം കൂടുക. അപ്പോൾ കുടുംബക്കാർ അവന് +, ഇവക്ക് A+ ആയി, ഈ ചുറ്റിനുള്ളവരെല്ലാവരും ജയിച്ചു, നീ മാത്രം തോറ്റു എന്ന് പറയും. അപ്പം അന്ന് മുതൽ നമ്മളൊരു സൈഡാക്കപ്പെടും. ഒരു ആ ഒരു തോൽവി എല്ലാത്തിലും തോൽവിയാണെന്ന് വിചാരിക്കും. എനിക്ക് ആകെ തിന്ന് ഫുട്ബോൾ കളിക്കും. ഇപ്പോൾ വൈകിട്ടാകുമ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോവാം, രാത്രിയാകുമ്പോൾ വീട്ടിൽ വന്ന് വരാം, കയറി കിടന്നുറങ്ങാം, വീണ്ടും റിട്ടേൺ, ഈ ഒരു സംഭവം എന്നൊരു അപ്പം അങ്ങനെ ഒരു തോട്ട് വരുന്നൊരു സമയത്ത് ഞാൻ IT മെക്കാനിക്കലിന് പോകുന്നൊരു പയ്യൻ എന്തൊക്കെയായാലും IT പഠിക്കാൻ പോകുന്നൊരു ചെറുക്കൻ ചെയ്യാൻ പോകുന്ന ജോലി ഒബിയസ്ലി വർക്ക്ഷോപ്പിൽ കയറാം, ഇല്ലെങ്കിൽ ഒരു സ്പെയർ പാർട്സ് ഷോപ്പിൽ നിൽക്കുക. ഞാൻ നിന്നിട്ടുണ്ട് 3 കൊല്ലം. എൻ്റെ ഒരു നമ്മളവിടെ MS എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അപ്പം ആ പുള്ളിക്കാരൻ ഒത്തിരി എന്നെ എന്താ പറയുക, ആസ് എ ക്യാരക്ടർ പുള്ളിക്കാരൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര സ്ട്രെയിറ്റാണ്. എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയും, എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി ചിരിക്കും. എനിക്കങ്ങനെ ഒന്നും ഉള്ളിൽ വെക്കുന്ന സ്വഭാവം ഇല്ല. അപ്പം ഇൻ കേസ് ഞാൻ എന്തെങ്കിലും ഉള്ളിൽ വെക്കുകയാണെങ്കിൽ അത് ഭയങ്കര പേഴ്സണലായിരിക്കും. ആ ഉള്ളി വെച്ച ആളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരിക്കും. അപ്പം അങ്ങനൊന്നും എനിക്കിങ്ങനെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ബട്ട് ആ ഒരു വെയിലിങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നി ഞാൻ എന്തായി ചെയ്യുന്നത്. 24 hours ഇങ്ങനെ മെയിൻലി ഒരു 15,000 ജോബ് ചെയ്യുക, അല്ലെങ്കിൽ 20K. ഇനിയിപ്പം 4 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ എനിക്ക് അവിടെ നിന്ന് 25,000 രൂപ തരാം. ഗൾഫിൽ പോകുമ്പോൾ എനിക്കൊരു 60,000 രൂപ കിട്ടും. ഇതൊക്കെ തന്നെയാണ് റാറ്റിനെ പോലെ പണിയെടുക്കുക എന്നൊരു കോൺസെപ്റ്റിൽ വരുന്ന സമയത്ത് ഞാനൊരു ആടുകളോ എന്ന് പറഞ്ഞ മൂവി, ധനുഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആടുകളോ എന്ന് പറഞ്ഞ മൂവി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അതിനകത്തൊരു കോഴിപ്പോരുണ്ട്. ആ കോഴിപ്പോരിനകത്തൊരു പാട്ടുണ്ട്, അത് യോഗി ബിയുടെ പാട്ട്. അതിനകത്ത് ഹുക്ക് വരുന്ന ഇങ്ങനെ, പൗരാടിനാൽ നാം വെല്ലലാം, വാൻ വീതിയിൽ കാൽ വെക്കലാം, ഭൂലോകമേ പേർ സൊല്ലലാം, സാഗാമലേ നാം വാഴലാം. ആ ഒരു ഹുക്കാണ് എന്നെ ഈ റാപ്പിനകത്തോട്ട് കൊണ്ടുവന്നത്. ഞാൻ യോഗി ബിക്ക് ഒത്തിരി മെസ്സേജസ് ഒക്കെ അയക്കും. ആസ് എ ഫാൻ പോയി ഇങ്ങനെ എനിക്ക് ഉങ്ങളെ ரொம்ப പിടിക്കുക എന്തൊക്കെയോ ചിലപ്പോൾ വോയിസ് അയക്കും. എനിക്ക് തോന്നുന്നത് അപ്പോൾ പുള്ളിക്കാരൻ്റെ പാട്ടൊക്കെ ചെയ്തിട്ട് പുള്ളിക്കാരൻ എനിക്ക് ഒരു ഹേർട്ടൊക്കെ തന്ന കമ്പിയിലേക്ക് ഭയങ്കര ഇതായിരുന്നു. ആ സമയത്ത് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരെ മീറ്റ് ചെയ്യുന്നത്, 5 years മുന്നേ. അപ്പം മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ റാപ്പിങ്ങാന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഡാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 പള്ളിയുണ്ട്, 2 പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളി. അപ്പം ഇവിടുത്തെ പള്ളിക്കാർക്ക് പാട്ട് വേണം, അത് ഇവൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പം അത് കേൾക്കുമ്പം അപ്പുറത്തെ പള്ളിക്കാർ ഇവൻ്റെ അടുത്ത് തന്നെ വരും, ഇതിന് മേളിലൊരു പാട്ട് വേണം. അപ്പം ഈ 2 പള്ളിക്കാർക്ക് സത്യത്തിൽ പാട്ടുണ്ടാക്കി കൊടുക്കുന്ന പയ്യൻ തന്നെ. ഇവർ 2 പള്ളിക്കാർക്ക് പാട്ടുണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ പൊക്കൊണ്ടിരുന്ന. പിന്നെ ഒരു പാട്ട് റിലീസ് ചെയ്തിരുന്നത്, ഏതായിരുന്നടാ, മറ്റേ യൂട്യൂബിൽ റിലീസ് ചെയ്തൊരു പാട്ടുണ്ട്. അന്ന് കുറെ ഡിവോഷനിലായിരുന്നു, ഞാൻ പറഞ്ഞില്ല മെലോഡിക്കായിരുന്നു. പിന്നെ 2-3 ഡിവോഷനിലാണ് അന്ന് ചെയ്തത്. ഡിവോഷനിൽ ചെയ്തപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കും റാപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഇപ്പോൾ തമിഴിൻ്റെ റാപ്പ് ഇട്ടാണ് ഞാനും ഈ ഫീൽഡിലോട്ട് വരുന്നത്. അപ്പം ഇപ്പോൾ തമിഴിൻ്റെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ട്രാക്ക് എന്ന് പറയുന്നത് വാടിപ്പുള്ള വാടി എന്ന് പറഞ്ഞ ട്രാക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എന്ന് പോയാലും എപ്പോഴും കേൾക്കുന്ന ട്രാക്കാണ് വാടിപ്പുള്ള വാടി. അപ്പം അതിനുശേഷമാണ് ഇപ്പോൾ തമിഴിൻ്റെ ഓരോ ഇൻഡിപെൻഡൻറ്റ് ട്രാക്സും. അതിനുശേഷം ഇനിയിലേം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ്ങാണ്. അപ്പോൾ അതേപോലെ ഓരോ ട്രാക്ക് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. അപ്പം
എനിക്കാണെങ്കിൽ എന്താണ് ഐഡിയ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ഇതേപോലൊരു ആൾ നമുക്ക് ആർട്ടിസ്റ്റ് നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നാൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പാടാനോ അല്ലെങ്കിൽ ഞാൻ പാടുന്ന മെലോഡിക്കോ അപ്പം എനിക്കൊട്ടും അത് കൺവേ ചെയ്യാനും പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവനെ കണ്ടുമുട്ടിയത്. അപ്പം ഇവൻ വന്നിങ്ങനെ റാപ്പ് ചെയ്യാൻ പറഞ്ഞു. അവൻ വന്നപ്പോൾ തന്നെ അവനും ലൈക്ക് ഞങ്ങൾക്കൊരു കോണ്ടാക്ട് ഇല്ല. ലൈക്ക് ഞങ്ങൾ എങ്ങനെ ഇനി അങ്ങോട്ട് പോവുമോ, മുന്നോട്ട് ഞങ്ങൾ ഇതാവോ, പാടാൻ പറ്റുമോ, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. നമുക്കൊരു ഫ്രണ്ട്ഷിപ്പിന് അപ്പുറം നമുക്കൊരു സംഭവം ഉണ്ടെങ്കിൽ നമുക്കത് പാട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നാളിരുന്ന് അങ്ങനെ ചെയ്യണം. ആദ്യമേ കവേഴ്സൊക്കെ ചെയ്ത് സൗണ്ടൊക്കെ എങ്ങനെയാണ് ലൈക്ക് അതൊക്കെ ഞങ്ങൾ നോക്കി. ഞങ്ങൾക്ക് വീട്ടിൽ പാടാനേ അറിയത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ അറിയാം, എനിക്ക് ഒട്ടും അറിയത്തില്ല. ബീറ്റ് എന്ന് പറഞ്ഞാൽ ബീറ്റ് ഇവിടെ ആണെങ്കിൽ ഞാൻ അവിടെ അങ്ങനെ ഞാൻ പാട്. അപ്പൊ അങ്ങനത്തെ രീതിയിലായിരുന്നു ആ തുടക്കമൊക്കെ ഭയങ്കര നമുക്കൊരു മിസ്റ്റേക്ക് പറ്റുമല്ലോ. പിന്നെ ഞങ്ങൾ പഠിച്ച് പയ്യെ കുറേ വന്നു. അങ്ങനെയാണ് ഞങ്ങളൊരു സോങ് ചെയ്യുന്നത്. അത് കുറേ വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു സോങ് ചെയ്തത്. പോകിറെങ്കിൽ അത് ആർക്കും അറിയത്തില്ല അങ്ങനെ ഒരു പാട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും. ബട്ട് ഇത് ആ പാട്ട് ഭയങ്കര രസമാണ്. എന്റെ ആദ്യത്തെ റാപ്പ് ഫസ്റ്റ് തമിഴ് സോങ് ഞങ്ങൾ ചെയ്യുന്നത് തമിഴാണ്. തമിഴ് പാട്ടാണ് ഫസ്റ്റ് ആദ്യമായിട്ട്. രണ്ടുപേർക്കും ഇഷ്ടം തമിഴ്, അതുകൊണ്ട് ഞങ്ങൾ തമിഴ് ചെയ്തു. യോഗി ബീഡ കട്ട ഫാൻ. അതിന്റെ ലൈൻസ് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് കണ്ണുക്കുൾ തെറുകിറായി റാപ്പ് വരുന്നത് നടക്കത്ത പോഷൻ. അതിനകത്ത് ഇങ്ങനെ കണ്ണുക്കുൾ തെറുകിറായി മനസ്സത്താൻ മറക്കിറായി എന വിട്ട് സെല്ലും നേരം തനിമയിൽ തൊടുകിറായി கையத்தா பிடிக்கிறாய் நெஞ்சில் தான் தொடுகிறாய் உன்னோடு வாழ்ந்திட என்ன முயங்கிறாய் உன்னை விட்டு பிரிந்து சென்று என் காதல் பொய்யா மாற்றி விட்டு ஏங்கிறது അങ്ങനെ സാധനം. അപ്പം അതിനകത്ത് ഇപ്പം മെലോഡിക്ക് വൻ പാടി. ഞങ്ങൾ ഈ രണ്ടുപേരെന്ന് പറയുന്ന വ്യക്തിയുടെ നടുക്കൊരു പേഴ്സൺ ഉണ്ട്. ഇതെല്ലാം തുടങ്ങാൻ കാരണമായിട്ടൊരു പേഴ്സൺ ഉണ്ട്. മിലൻ എന്നാണ് പേര്. ഇതേപോലെ ട്രാക്ക് ചെയ്യാനാണെങ്കിൽ ഞങ്ങളൊരു മെലോഡിക് സാധനങ്ങളല്ല ആദ്യം ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്ന ഒരാളാണ് മിലൻ എന്ന് പറയുന്നത്. മിലാക്സ് എന്നാണ് ആർട്ടിസ്റ്റ് നെയിം. അപ്പം അവൻ വന്നിട്ട് അവനെല്ലാം ഇഡിയും ട്രാക്സും ഹിപ്പ് ഹോപ്പ് സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അവന് ചെയ്യുന്നതെല്ലാം കംപ്ലീറ്റ് ഒരു വെറൈറ്റി സാധനം, വേറൊരു വൈബാ അത്. അവനെ ഇവൻ എനിക്ക് കണക്ട് ചെയ്ത് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ നിന്റെ പരിപാടിക്ക് പറ്റിയ ആള് മിലൻ എന്ന് പറയുന്നത് അവനെ ഞാൻ വിളിക്കാം, അവൻ വരും. അങ്ങനെ അവൻ വന്ന് ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു. സത്യത്തിൽ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് കുറെ പേർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. അവർക്കെല്ലാവർക്കും ഓരോ ഡ്രീംസ് ഉണ്ട്. അപ്പോൾ അവർക്കതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ കൂട്ടത്തിൽ 10, 15, 20 പേരുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഒരു 5 പേരൊക്കെ ഞങ്ങൾ മുക്കിൽ നിൽക്കുക. അപ്പം അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നൊരു സാധനം ഉണ്ട്. ഇടാ നിന്നെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല ഇങ്ങനെ ജീവിക്കാനൊന്നും, നീ പാട്ട് നിന്നെ കൊണ്ട് പറ്റും, പാടി നോക്ക് എന്ന് പറയുന്ന ആ ഒരു സംഭവം അതൊന്നും അങ്ങനെ റയറായിട്ടേ കിട്ടുള്ളൂ. എല്ലാ ഫ്രണ്ട്സിനും ഒന്നും അങ്ങനെ കിട്ടില്ല. അല്ല, അവരെല്ലാവർക്കും ഓരോ സ്വപ്നങ്ങൾ കാണുമല്ലേ. ഇപ്പം ഒരാൾക്ക് ഫുട്ബോളർ ആവണമെന്നായിരിക്കും, ഒരാൾക്ക് ബിസിനസ് ആവണമെന്നായിരിക്കും. ഇവർക്കായിരിക്കും ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഫാമിലി ഗായ് എന്നൊരു കോൺസെപ്റ്റിൽ വരും. ഒരേ ഏജ് ആകുമ്പോൾ ഫാമിലി ഗായ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ വരും. ആ കോൺസെപ്റ്റിൽ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് റൂൾസ് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഫാമിലിയിൽ കുറച്ച് റൂൾസ് കാണും. നമ്മൾ ജീവിച്ചു വരുന്നത് ഇപ്പം ഇന്ന രീതിയിൽ പോവുക. അപ്പം ഈ ഒരു ടൈം ആകുമ്പോൾ നീ കുറച്ച് കാശ് എത്തിക്കേണ്ടതായിട്ടുണ്ട്, എത്തിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മളുടെ കടമയാണ്. നമ്മൾ എത്രയും നാൾ നോക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ ഒന്നും എതിർത്ത് പറയാൻ പറ്റത്തില്ല. സോ കംഫർട്ട് സോൺ പൊട്ടിക്കാത്തൊരു കോൺസെപ്റ്റ് ഉണ്ട് നമ്മളെ ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ. അപ്പം ബാക്ക് ടു നിങ്ങളുടെ ജേർണിയിലേക്ക് വരുവാണെങ്കിൽ വർക്ക് ഹാർഡ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഉണ്ട്, പിന്നെ ബാഡ് ഗൈ ആൽബം ഉള്ളത് തമിഴാണ്. സോ അതിനെ കുറിച്ചും കൂടി. വർക്ക് ഹാർഡ് എൻ്റെ ഭയങ്കര പേഴ്സണൽ ട്രാക്ക്. ഞങ്ങളുടെ വേദനയാണ് വർക്ക് ഹാർഡ് എന്ന് പറയുന്നത്. ആസ് എ മിഡിൽ ക്ലാസ് ബോയ് ഞാൻ അതിനകത്ത് എഴുതിയേക്കുന്ന ഓരോ ലിറിക്കുണ്ട്. അത് ഞാൻ ഭയങ്കരമായിട്ട് ആലോചിച്ചിരുന്ന് എഴുതുന്നത്. അത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു വർക്ക് ഹാർഡിനകത്ത്. അതിനകത്ത് എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞൊരു സാധനം ഉണ്ട്. അതിനകത്ത് ഇംഗ്ലീഷ് ഒരു വേഴ്സ് പറയാം, ഹേ കേരള ക്യാൻ യു ഹീവ് മീ ദിസ് യങ് മാൻ ചേസിങ് ഡ്രീംസ് ഔട്ട് ക്ലീൻലി, അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടായിരുന്നു അതിനകത്ത്. ബട്ട് നമുക്ക് അത് പറയാൻ അവിടെ സ്പേസ് ആവശ്യമില്ലാന്ന് തോന്നി. കാരണം അത് പറയാതെ തന്നെ അവിടെ എല്ലാം ഉണ്ട് എന്നൊരു വർക്ക് ഹാർഡ് എന്ന് പറയുന്നത് ആൾക്കാരിൽ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കണം. അതായത് ഞങ്ങളുടെ പാട്ട് ആൾക്കാർ കേൾക്കണം എന്ന് ആലോചിച്ച് തുടങ്ങുന്ന സമയം, അറ്റ് ദ മൊമെന്റ്. അതായത് എല്ലാവരും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ ലോകമേ എന്ന് പറയുന്ന ഒരു പാട്ട് റിലീസ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ വർക്കാടിനകത്തോട്ട് വർക്കിംഗ് തുടങ്ങുന്നത്. അത് ഇവൻ ചെന്നൈയിൽ പഠിക്കാൻ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വെറുതെ ഒരു കട്ടിൽ നെറ്റ്ഫ്ലിക്സ് മൂവി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചിട്ട് നമുക്ക് പാട്ട് ചെയ്യാം.
അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഓക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് കയറി ഇരുന്ന്. ഇപ്പം എൻ്റെ ലിറിക്കുണ്ട് ഇങ്ങനെ, ഈ ലോകം ഇനി എങ്ങോട്ട്, ഈ ഞാൻ ഇതുവഴി എങ്ങോട്ട്, അയ്യോ തേരാ പാരയലഞ്ഞില്ലേ, ഈ വഴി പെരുവഴി നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പണിയെടുത്ത് നടുപിടിച്ച് പണിയെടുത്ത് കനവരി പിടി, അങ്ങനെയാണ് ഞാൻ ഫ്രീ സ്റ്റൈലിൽ എഴുതി വെച്ചേക്കുക. ചുമ്മാ റാൻഡായിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഫസ്റ്റ് പോർഷൻ ഇച്ചിരി. എന്നിട്ട് ഇതിന്റെ ഫസ്റ്റ് ഹുക്ക് എന്ന് പറയുന്നത് എൻ്റെ ആകെ ഉള്ളത് വർക്ക് ഹാർഡ്. അത് ഈ വർക്ക് ഹാർഡ് എന്ന് പറയുന്നത് ഈ സാധനം മാത്രമേ ഉള്ളൂ. പണിയെടുത്ത ആ ഒരു സാധനം വർക്കാർഡ് ഇല്ല. വർക്കാർഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമാണ്. ഈ പണിയെടുത്തുന്നുള്ളതാണ് ഫസ്റ്റ് വരുന്നത്. ആ ഇത് വരുന്നത് അവിടെ ഒരു ഡ്രോപ്പ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. പിന്നെ അവസാനം പറഞ്ഞ ഡ്രോപ്പ് വേണ്ട, നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ക്യാച്ചിങ് ആയിട്ടൊരു വേർഡ് കൊടുക്കണമല്ലോ, എല്ലാവർക്കും ഇതാവണം എന്നുള്ള രീതിയാണ് വർക്കാർഡ് വന്നത്. അതായത് നിങ്ങളുടെ ഒരു സ്റ്റോറി, നിങ്ങൾ ആ പെയിൻഫുൾ സ്റ്റോറി ആണോ ഈ വർക്കാർഡ് എന്ന് പറയുന്നത്? അതെ 100%. അതായത് എന്റെ മാത്രമല്ല, ഇവന്റെ ആണ് കുറച്ചുകൂടെ കൂടുതൽ. സ്ട്രഗിൾ ചെയ്ത് ഇഷ്ടംപോലെ സ്ട്രഗിൾ ഉണ്ട് അതിനകത്ത്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ചെന്നൈ പഠിക്കാൻ പോയപ്പോ എന്നെ എല്ലാ ദിവസവും വിളിക്കും, ഇവിടെ പ്രശ്നമാണ്, നീ വന്നാൽ എന്തെങ്കിലും നടക്കത്തുള്ളൂ, നമുക്ക് എന്തെങ്കിലും പാട്ട് ചെയ്യണം. കൂടുള്ള മീൻ ഓൾറെഡി ദുബൈയിൽ അവനും പോയി, ലോകമേ റിലീസ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വിളിക്കും. ഞാൻ ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ വരുമ്പം വെക്കേഷൻ പോലെ ചെറിയ 2 ദിവസം കാണും നാട്ടിൽ വന്നിട്ട് നിങ്ങൾ കറങ്ങും, അങ്ങനെ പോയിട്ട് ഓക്കെ ആവും. പിന്നെ വീണ്ടും പോകുമ്പോൾ വീണ്ടും വിളിക്കും, ഇങ്ങനെ അല്ല പോവും കയ്യിൽ നിന്ന്. ഈ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും, ഞാൻ സംഭവം എവിടെ ഞാനും ലോകമേയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് വർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായിട്ടുള്ള സമയമായിരുന്നു അത്. ഞാൻ ഒരു കള്ളത്തരവും കാണിക്കാതെ അത്ര ആത്മാർത്ഥമായിട്ടിരിക്കുക. അത് ഉറക്കം വരുന്നേ ഇല്ല. ഓക്കെ ഇത് പാടണം, ഇത് ചെയ്യണം, ആൾക്കാരിൽ എത്തിക്കണം എന്നൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ വർക്കാർഡിനകത്ത് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലായി എവിടെ ഞാൻ എന്ന് പറയുന്ന ഒരാൾ കേൾക്കുകയാണെങ്കിൽ പക്ക ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റിൻ്റെ ഒരു സോങ്ങാന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാവും. അതേപോലെ തന്നെ ലോകമേ ഒരു ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകൾ ചെയ്തൊരു സോങ്ങാന്ന് മനസ്സിലാവും. ഓക്കെ ആൾക്കാർക്ക് അത് മനസ്സിലാവാതെ ആൾക്കാർക്ക് വേണ്ട എൻ്റർടൈൻമെൻറ്റ്, അതിപ്പോൾ സങ്കടം പറഞ്ഞാലും ശരി, നമ്മളെ സന്തോഷം പറഞ്ഞാൽ ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം. അത് അങ്ങനെയാണ് മനുഷ്യർ, അതാണ് മനുഷ്യൻ്റെ സ്ട്രക്ചർ, അങ്ങനെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പോൾ വിഷമത്തിരിക്കുന്ന ഒരാളടുത്ത് ഇപ്പോൾ നിങ്ങളെ മുമ്പിൽ ഞാൻ വന്നിട്ട് ഇങ്ങനെ വിഷമത്തിരിക്കും, എന്തെറ്റി എടാ ഓഫ്, അപ്പോഴത്തേക്ക് ഞാൻ വന്നിട്ട് കഴിഞ്ഞിട്ട് പോട്ടടാ, ജീവിതമാകുമ്പോൾ ഇങ്ങനെയാണ്, ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ്. നമ്മളിപ്പോൾ എൻ്റെ ജീവിതം എടുത്ത് നോക്ക്, എൻ്റെ കഷ്ടപ്പാട് എന്തുവാ, എൻ്റെ കഷ്ടപ്പാടിന് അത്ര നിൻ്റെ കഷ്ടപ്പാടില്ല. അപ്പം ഇപ്പൊ ഫ്രണ്ടായിട്ട് ഇരിക്കുവാണെങ്കിൽ പ്രതീക്ഷിക്കുന്നത് ഞാൻ വരുമ്പോ എന്തായിരിക്കും പറഞ്ഞിട്ട്, എടാ ഒന്ന് കറങ്ങാൻ പോവാ, നമുക്ക് ഫുഡ് അടിക്കാൻ പോവാ, ഇതൊക്കെ ആയിരിക്കും നമ്മൾ. എന്റർടൈൻമെന്റ് ആണ് ആൾക്കാർക്ക് വേണ്ടത്. അതിപ്പോ ആര് ചത്താലും ശരി, അറിയാമല്ലോ ഇപ്പൊ കുറെ ന്യൂസിൽ കണ്ടിട്ടുണ്ട്, എന്റർടൈൻമെന്റ് ആൾക്കാർക്ക് വേണം. അപ്പം ഞങ്ങൾക്ക് എന്റർടൈൻമെന്റ് എലമെന്റ്സ് ആ ടൈമിൽ ഞങ്ങൾക്ക് അറിയാവുന്ന രീതി, അതായത് ഇവനിക്ക് അറിയാവുന്ന പ്രൊഡ്യൂസാണ് അപ്പം ചെയ്തത്. ഇപ്പൊ ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ വമ്പൻ എന്റർടൈൻമെന്റ് ആയിരുന്നേനെ ഞങ്ങളപ്പം അതൊരു വേയില് പറയുക. അപ്പം റെഫറൻസ് ആയിട്ടൊന്നുമില്ല, എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് റെഫറൻസ് ഒന്നുമില്ല, ഒരു പാട്ടിന്റെ റെഫറൻസ് ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് വർക്കൗട്ട്. ഈ വർക്കൗട്ട് എന്ന് പറയുന്നത് ഞാനാണ്, നീയാണ്, ഇത് കേൾക്കാൻ പോകുന്ന മിഡിൽ ക്ലാസ് ആണ്, മിഡിൽ ക്ലാസ് ബോയ്സിന്റെ അവസ്ഥയാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ ഇതാണ് മിഡിൽ ക്ലാസ് എഡ്യൂക്കേഷൻ കഴിയുക, ജോലി വാങ്ങുക, ഗൾഫിൽ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫാമിലി നോക്കുക. അപ്പൊ ഞങ്ങൾ ഇതിന്റെ വീഡിയോയ്ക്കകത്ത് മനസ്സിലാവും ഞങ്ങൾ അതിനകത്തൊരു സംഭവം ഉണ്ട്, അത് ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്നൊന്ന് ശ്രദ്ധിച്ചില്ലേ കേട്ടോ. അതിനകത്ത് എവർ ട്രൈഡ് എവർ ഫെയിൽഡ്, നോ മാറ്റർ വാട്ട്, ട്രൈ അഗെയിൻ, ഫെയിൽ ബെറ്റർ, ദ വേൾഡ് ഈസ് യുവേഴ്സ് എന്ന് പറഞ്ഞും കൂടെ ഉണ്ട് ആ കോട്ടിനകത്ത്. ബട്ട് ആ പാട്ടിനകത്ത് വേൾഡ് ഈസ് യുവേഴ്സ് എന്ന കോട്ട് ഞങ്ങൾ എഴുതുന്നില്ല, ആ വേൾഡ് ഈസ് യുവേഴ്സ് ആണ് ഞങ്ങളുടെ പാട്ട്. സോ ദിസ് ഈസ് അവർ, അതായത് ഈ തോറ്റുപോയവന്റെ കാര്യങ്ങൾ താണ്ട് നിങ്ങൾ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ വേൾഡ്, നോ മാറ്റർ വാട്ട്. അത് എങ്ങനെ രീതിയിൽ അത് ഞങ്ങൾക്ക് എടുക്കാൻ സഹായിച്ചത് ഞങ്ങളുടെ കൂട്ടുകാരാ. ഫോട്ടോ എടുക്കുന്ന ടെനിയും ടോണിയും കൂടെ, സഞ്ജയ്, 2 ഡയറക്ടറുണ്ട്. അതാലോചിച്ചൊക്കെ ഒരു റാപ്പ് വീഡിയോക്ക് 2 ഡയറക്ടേഴ്സ്, സഞ്ജയ്, റോഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മളെ പ്രൊഡക്ഷൻ എന്നൊക്കെ വെച്ചാൽ വമ്പം പ്രൊഡക്ഷനാണ്. ഞങ്ങള് 3 ബൈക്കിനകത്തായിട്ട് ഒരു ട്രൈപോഡും ഒരു ക്യാമറ ഒക്കെ ആയിട്ട്, അത് സ്വാൻ സ്റ്റുഡിയോ അവിടുത്തെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത്, വാടകയൊന്നുമില്ല, റെന്റില്ല. അപ്പൊ അവിടുത്തെ ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾക്ക് സങ്കടം, നമ്മളെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് തരുന്നേ.
അപ്പൊ നമ്മൾ റെന്റായിട്ട് കൊടുക്കണം എന്നൊക്കെ ഉള്ളിലുണ്ട്, പക്ഷെ നമ്മളെ ക്യാഷ് ഇല്ല കൊടുക്കുക. അപ്പൊ ഇതൊക്കെയായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോരും വണ്ടിക്കകത്ത്. രസം എന്താണെന്നറിയോ, ഈ വർക്കാടിന്റെ ഷൂട്ടിന് മുമ്പ് ഞാൻ എങ്ങനെയായിരിക്കും അറിയോ, ജാക്കറ്റ് ഒക്കെ ഇട്ട് ഒരുങ്ങി ഒരു കറുത്ത കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ബൈക്കിന്റെ ബാഗിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഓരോ ഷൂട്ടിനും പോകുന്നത്. അതായത് ഇന്ന് ഞങ്ങൾ പണിയെടുക്കും, ഈ പണിയെടുക്കുന്ന ഫണ്ട് എടുത്തിട്ട് ഞങ്ങൾ അടുത്ത ദിവസം റോൾ ചെയ്യും. റോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഷൂട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്യുക. ഈ പാട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് 1 ഇയർ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഒരു പടം ഇറങ്ങുന്ന സമയം എടുത്ത് വിജയിടാം, അത്രയും ടൈം എടുത്തിട്ടാണ് നമ്മുടെ വർക്കാട് റിലീസ് ചെയ്യുന്നത്. സോ അതാണ് ഞങ്ങളുടെ സ്ട്രഗിൾ, ആ പാട്ട് റിലീസ് ചെയ്യാനുള്ള സ്ട്രഗിൾ. അപ്പം ഞങ്ങൾ ഇത് പുഷ് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾക്ക് 100-110% ഉറപ്പുണ്ട്, ഇതൊരു 10 പേര് കേൾക്കുന്ന ഈ പാട്ട് ഉറപ്പായിട്ട് ഒരു 100 പേര് കേട്ടിരിക്കണം. ഞങ്ങൾ അത്ര പ്രതീക്ഷിച്ചുള്ളൂ, 100 പേര് കേൾക്കുക എന്നൊരു കോൺസെപ്റ്റ്. നമ്മള് ആ പാട്ടിന്റെ വർക്കാട് എന്നൊരു പാട്ടിന്റെ പേര് അതേപോലെ ആയിരുന്നു ആ പാട്ട് റിലീസ് ആവാൻ. അതിനകത്ത് പണിയെടുത്ത എന്റെ കൂട്ടുകാരുണ്ട്, ഒന്നും നോക്കാതെ വന്നവരാ. അവര് ആലോചിച്ചൊരൊറ്റ കാര്യമേ ഉള്ളൂ, എന്താ പറയാ, ഞാനെന്ന വ്യക്തി അവിടെ ഉണ്ട്. ഞാനൊരൊറ്റ വിളി വിളിച്ച് കൂട്ടുകാരത്തോടാ, എനിക്ക് ഇത് കണക്ക് ഡാൻസ് കളിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, അപ്പം ഡാൻസ് കളിക്കാൻ അവിടെ കുറച്ച് ആർട്ട് വർക്ക് ചെയ്യണം. അപ്പോഴത്തേക്ക് അവൻ തിരിച്ചെൻ്റെ അടുത്ത് ചോദിച്ച്, ഇജാസ് സൈഫുദ്ദീനും എൻ്റെ അടുത്ത് തിരിച്ചിട്ട് വിളിച്ചിട്ട് ചോദിച്ച്, എത്ര ട്യൂബ് വേണം? ഓക്കെ, ഇതൊക്കെ സെറ്റ് ചെയ്യണ്ടേ? പറഞ്ഞാൽ സെറ്റ് ചെയ്യണം. ആര് സെറ്റ് ചെയ്യും? നിങ്ങൾ സെറ്റ് ചെയ്ത് തരണം. ഓക്കെ. ഉമ്മാരുടെ പണി കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, വൈകിട്ട് തലേന്ന് രാത്രി വന്നിട്ട് ഫുള്ള് തൂത്ത് വൃത്തിയാക്കിയിട്ട് ട്യൂബ് ഫുള്ള് ഒട്ടിച്ച് തന്ന് എനിക്ക്. എന്നിട്ട് അവിടെ സ്വിച്ച് ഇട്ട് വയറിങ് ഫുള്ള് കൊടുത്ത് സ്വിച്ച് ഇട്ടിട്ട് ഈ വയർ ഊരിയ ഇത്ര ഓഫാവും, ഇത് ഊരിയ ഇത്ര ഓഫാവും, ഇതെല്ലാം പഠിപ്പിച്ച് തന്നിട്ടാണ് അവന്മാർ പോകുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പേര്, ഈ കൂട്ടുകാരായിരുന്നു ഞങ്ങളുടെ ആ വർക്കാട് എന്നുള്ള പാട്ട് ഫുള്ള്. ആ വർക്കാട് എന്ന പാട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വർക്ക് ചെയ്ത 100-99% ആൾക്കാരും പുറത്തുപോയി. 1% ആൾക്കാർ ഒന്ന് ഇവനും പിന്നെ ടോണി. അതായത് അത്രയും വെയിറ്റിംഗ് ആയിട്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പൊ ഈ വർക്കാടാണ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാം ടേണിംഗ് പോയിന്റ്. അതിനുശേഷം ഒരു പാട്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയതും അന്ന് മുതൽ ഞങ്ങൾ ഒരു പാട്ട് റിലീസ് ആവുന്ന സമയത്ത് ഞാൻ വലിയ ഭയങ്കര കോൺഫിഡൻസ്, അഹങ്കാരം കണക്കത്തെ കോൺഫിഡൻസ്. മോനെ നാളെ പാട്ട് റിലീസാവുന്നു, 1 മില്യൺ അടിക്കുന്നു, നമ്മൾ ഈ കാശിന് ശ്രദ്ധിച്ചേക്കണം, ഈ കാശിന് നമ്മൾ കറങ്ങാൻ പോകുന്നു, പിന്നെ തിരിച്ച് ഐ എം നോട്ട് പ്രിപ്പയർഡ് ഫോർ എനിത്തിങ്. ബട്ട് ഞങ്ങൾ ആ ഒരു പ്രിപ്പറേഷൻ വെച്ചിട്ടാണ് പോകുന്നത്. ഇവൻ എങ്ങനെ വെച്ച് കേൾക്കുവൻ എപ്പോഴും എൻ്റെ ഈ ഒരു താളം ആയതുകൊണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഇതെല്ലാം ബ്രേക്ക് ചെയ്തില്ലേ, ഇപ്പൊ കുറെ മീൻസ് പബ്ലിക്കിന്റെ ഇടയിലാണെങ്കിലും നിങ്ങൾ ഇതായി ഇപ്പം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളെ പോലെ തന്നെ റാപ്പ് മ്യൂസിക് ആയിട്ട് ഇരിക്കുന്ന അവർക്ക് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആണ്. ആ ഒരു പോപ്പുലാരിറ്റിനെ നിങ്ങൾ എങ്ങനെ എടുക്കുന്നു? ഹൗ യു ഫീൽ? ഹൗ യുവർ ഫാമിലി ഫീൽ? ഹൗ യു ഫീൽ? ഫാമിലി എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു തുടക്കം തൊട്ടേ. എന്നെയും ഇവന്റെ മമ്മി എന്റെയും മമ്മിയായിരുന്നു. അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ആ അമ്മച്ചിന്ന് വിളിക്കും, ഞാൻ മമ്മിന്ന് വിളിക്കും. ആ ഒരു വ്യത്യാസം. ഫാമിലി നല്ല സപ്പോർട്ടാണ്. ഫാമിലി ബേസായിട്ട് അത്യാവശ്യം എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴും പോലും എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം ലൈക്ക് അത് തന്നു പഠിപ്പിച്ച് അതെല്ലാം ചെയ്തു. അപ്പം അവർക്കാണ് നമുക്ക് മാക്സിമം എൻ്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാക്സിമം അവർക്ക് നന്ദി കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് തന്നെയാണ്. അപ്പം അതേപോലെ ഇവരുടെ ഉമ്മയാണെങ്കിലും ചെയ്യുന്നതിന് കുഴപ്പമില്ല, ലൈക്ക് അവൻ്റെ ഒരു വേ ഓഫ് ഇതുണ്ട്. ഉമ്മ എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര മീൻസ് ലൈക്ക് പ്രയേഴ്സും കാര്യങ്ങളും മുസ്ലിമാണ്. അപ്പം പ്രയേഴ്സും കാര്യങ്ങളും നമ്മളുടെ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഷെയ്ത്താൻ, ഹറാം ഹറാം. അപ്പം ആ ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഇപ്പം ഉമ്മച്ചി ഇങ്ങനെ ആദ്യം ഉമ്മച്ചിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പം ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് ഉമ്മച്ചിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലും കള്ളത്തരം പറഞ്ഞ കുറച്ച് നിമിഷം വർക്കാടിൻ്റെ ഷൂട്ടിനായിരുന്നു. എൻ്റെ അടുത്ത് ചോദിക്കുക എവിടെ പോകുന്നു, പറഞ്ഞ ജോലിയുണ്ട്. എവിടെ? എറണാകുളത്ത് ജോലിക്ക്. എന്ത് ജോലി? പിന്നെ ഞാൻ പറയും ഇവിടെ കൊല്ലത്ത് തന്നെ ജോലിയുണ്ട്, പക്ഷെ എനിക്ക് വരാൻ പറ്റത്തില്ല വീട്ടിലോട്ട്. ഉമ്മ ഇത് കാണുമെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഒത്തിരി കള്ളത്തരം പറയും. എവിടെ ഇരിക്കുന്നു? എന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഡെലിവറി ഒത്തിരി ജോബിന് പോകും. ഇവന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ ജോബിന് പോയിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് കാശ് സ്കോർ ചെയ്ത് വെക്കും. അപ്പം അത്യാവശ്യത്തിന് പെട്ടെന്ന് വിളിക്കുവാണെങ്കിൽ നൈസിന് അയച്ചിട്ടുണ്ട് എന്ന് പറയാം. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്നത്. അതായത് വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം എന്താണ് ചെയ്യുന്നതെന്ന്, അതുവരെയാണ്. അപ്പം പാട്ട് റിലീസാവുന്നതിൻ്റെ അന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ചിരുന്ന പാട്ട് റിലീസാവുന്ന സമയത്ത് കാണുന്നത് ഇവൻ്റെ വീട്ടിലെല്ലാവരുമായിട്ടായിരിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിന്നിട്ട് ഞാൻ ഉമ്മാടുത്ത് പറഞ്ഞു പാട്ട് റിലീസാ.
അപ്പം ഉമ്മായും പാപ്പായും ആണോ കാരണം വീഡിയോ സോങ് റിലീസാവും അങ്ങനെ ഉമ്മായും പാപ്പായും പിടിച്ചിരുത്തിയേക്കാം. ഉമ്മ പിടിക്കുന്നത് പാപ്പ പിടിക്കുന്നത്. എൻ്റെ ഇപ്പോഴും വീഡിയോ എടുക്കുന്നത് ഞാനിങ്ങനെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുക, എന്താ എക്സ്പ്രഷൻ ഒന്നും അറിയത്തില്ല. അപ്പം ഉമ്മ ഇങ്ങനെ ഇരിക്കുക, അതിനകത്ത് അലറുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, എനിക്ക് എക്സ്പ്രഷൻ ഒന്നും ഇല്ല. അത്തേക്ക് വാപ്പായി ഇങ്ങനെ ഇന്ന് കണ്ടുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് പാട്ട് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വാപ്പ പറഞ്ഞത് കൊള്ളാടാ, ആൾക്കാർ കേൾക്കും. അറ്റ് ദ മൊമെന്റ് ഞാൻ ബി ലൈക്ക് ജീവനുണ്ടോ ജീവനില്ലെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അത്ര ഞാൻ പറഞ്ഞോളൂ. അത് കഴിഞ്ഞപ്പം മുജി പറഞ്ഞ് ഇതായിരുന്നു ഇത്രയും നാളെ ചെയ്തുകൊണ്ടിരുന്ന. അപ്പം എൻ്റെ കൂട്ടുകാരിക്കാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത്, ഓരോ കട്ട് കഴിയുമ്പോഴും കാണിച്ചു കൊടുക്കും. ഉമ്മാരെല്ലാവരും ഇത് ഒരുമിച്ച് കണ്ടു കഴിഞ്ഞ സമയത്ത് എടാ ഇത് കൊള്ളാണ്, അടിപൊളിയായിരുന്നു. ആ ഒരു മൊമെന്റിൽ എന്ത് ചെയ്യണം എങ്ങനെ എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ബി ലൈക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയില്ല. ഞാൻ ഇത് എനിക്കൊരു സംഭവം ഉണ്ട്, അതായത് ഈ സമയം കടന്നു പോകും എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലും ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഭയങ്കര പീപ്പിൾ പേഴ്സണാണ്, ഇൻസ്പയർഡ് ആയിട്ടുള്ള ആളാണ്. അവിടുന്ന് ഒരു സംഭവം നമ്മൾ മോട്ടിവേഷൻ സ്പീച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ഇൻസ്റ്റാഗ്രാമിൽ റാൻഡായിട്ട് പോവുക, ഓക്കെ 2 പുഷപ്പ് അടിക്കുക, 2 പോത്തോളൂ, 2 അടിച്ചിട്ട് മീറ്റിംഗ്, ആ ഒരു രീതിയിലുള്ള ആളാണ്. ഈ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന കണക്കൊരു മനുഷ്യൻ, നമ്മൾ ഈ 80% കൂട്ടത്തിലുള്ള ഒരു പീപ്പിൾ തന്നെ. എനിക്ക് പ്രത്യേകം ടാലന്റ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഈ കഴിവില്ലായ്മയിൽ നിന്നും കഴിവ് കണ്ടെത്തി എത്തിപ്പെട്ടത്. എനിക്കൊരു കഴിവുണ്ടെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. അത് ഞാൻ ഇടയ്ക്ക് ഗൂഗിളിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു മൂക്കില്ലാത്ത ഒരു വ്യക്തി കണ്ണാടി നോക്കുമ്പോഴത്തേക്കും അവന് മൂക്കില്ലാത്തതാണ് ഭംഗി എന്ന് അവൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒറ്റൊരുത്തനും അവനെ തകർക്കാൻ പറ്റത്തില്ല. ആ മൂക്കില്ലാത്ത രീതി ആര് കളിയാക്കിയാലും അവനെ തകർക്കാൻ പറ്റത്തില്ല. കാരണം അവൻ ഓൾറെഡി വിശ്വസിച്ച് ഞാൻ സുന്ദരനാണ്. ലവ് യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ബിലീവ് ഇൻ യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്. അതിപ്പോൾ ആരെൻ്റെ അടുത്ത് ഇത് 2 ചുമ്മാതാണെന്ന് പറയണ ഞാൻ തർക്കിക്കും. ഇത് 2 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ ലൈഫിൽ മുമ്പോട്ട്. പരിപാടി ഞങ്ങളെ പരിപാടിയുടെ വീഡിയോയ്ക്ക് മുന്നേ എന്തെങ്കിലുമൊക്കെ കാണും, എൻ്റെ ഓരോ കാര്യങ്ങൾ. പരിപാടിക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ അത്ര നേരം ഇങ്ങനെ ഇവനാണ് കുറച്ചും കൂടെ ലൈക്ക് എന്താ പറയുക, ഭയങ്കര എനർജി ആയിരിക്കും പരിപാടി എത്തുമ്പോൾ. ഞാൻ കുറച്ചും കൂടെ ഞാൻ കുറച്ചുകൂടെ ബാക്കിൽ. ഇവന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഹോൾ സ്റ്റേജ് നിൽക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ബോറടിക്കുന്നുണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് അങ്ങനെ പോകുന്നത്. ഇവനാണ് എനിക്ക് എല്ലാം പഠിപ്പിച്ചിരുന്നത്. ഐ ആം സ്റ്റുഡന്റ്. ഞാനിപ്പോൾ 5 കൊല്ലമായി, 5 വയസ്സുള്ളൊരു കുഞ്ഞാണ് ഞാൻ. അതിനകത്ത് ഞാൻ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ 20-25 ടേക്ക് എടുക്കും. ഇഫ് എനിവൺ എസ് ഡി ഈസ് വണ്ടർഫുൾ ടാലന്റഡ് ബോയ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കേൾക്കുക, തോൽവി എന്നാണ് ഒരു പാട്ടുണ്ടാകുന്നത്. എൻ്റെ എല്ലാ പാട്ടും ഇതൊരാള് ലാസ്റ്റത്തെ പോർമുഖ 20-25 ടേക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. 25ാമത്തെ ടേക്കിൽ എന്തോ ആണ് ഏതൊരു പൊസിഷൻ കറക്റ്റായിട്ട് ബിൽഡായിട്ട് കിട്ടുന്നത്. വാ 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 ആ സാധനമൊക്കെ അപ്പോഴാണ് കിട്ടുന്നത്. ഞങ്ങളവിടെ വന്നിട്ട് ഒറ്റ ടേക്കിലൊക്കെ പാടി പോകുന്നവരുണ്ട്. ഞങ്ങൾക്ക് അപ്പം ഇത് വരും, ഇങ്ങനെ ഇത് പാടിയിട്ട് പോകുന്നൊക്കെ ആയിരിക്കും. അപ്പം നമ്മളെന്ന് പറയുന്നത് ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ആരും സ്പേസും തന്നില്ല. ഞങ്ങൾ കണ്ടുപിടിച്ച സ്പേസ്, ഞങ്ങൾ ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ടാണ്. പൂർമുഖം പഴയത് വലിയ സ്റ്റുഡിയോയിലൊന്നും അല്ല. ഞങ്ങളെ വീട്ടിൽ 2 അലമാരയുടെ 2 കതവ് തുറന്നു വെച്ച് ബ്ലാങ്കറ്റ് മൂടിയിട്ടാണ് പാടുന്നത്. അപ്പം നമ്മളെ ടാലന്റിന് പുറത്ത് കാണിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യം വേണ്ട. ചെയ്യുന്ന ആൾക്കാരത്ത് പറയുന്നത് അത് തന്നെ, ലൈക്ക് ഫോണുണ്ടോ നിങ്ങളുടെ ടാലന്റ് പുറത്തു കൊണ്ടുവരിക. ഒരു ഫോണല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ. അത് ഞാൻ കുത്തിയിരുന്ന് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് ഭയങ്കര ഷൈ ഒക്കെ തോന്നും. മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറെ ആയില്ല നിർത്തിയിട്ട് അങ്ങനെ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. അവിടെയാണ് ഞങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് തുടങ്ങി, ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയത്.